എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നിൽക്കുന്ന ഒരു ബോഗൻവില്ലയിലാണ്. കുഞ്ചാക്കോ ബോബന്റെ ബോഗൻവില്ലയിലല്ല. എവിടെയാണെന്ന് അറിയാലോ? എവിടെയാണ് നമ്മളിപ്പോ നിൽക്കുന്നത്? കുണ്ടായി മറിയം ത്രേസ്യ ഹോസ്പിറ്റലിനടുത്തുള്ള ആന്റണി ചേട്ടന്റെ ബോഗൻവില്ലയിലാണ്. അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അപ്പൊ ഈ ആന്റണി ചേട്ടന്റെ ബോഗൻവില്ല എന്ന് മാത്രമാണോ ഇതിന്റെ പേര്? അല്ല, പിന്നെന്താ? ക്ലാസ്മേറ്റ്സ് ഗാർഡൻ സെന്റർ എന്നാണ് പേര്. അതെ, ക്ലാസ്മേറ്റ്സ് ഗാർഡൻ സെന്ററിലാണ് ഞങ്ങളോട് നിൽക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകളാണ് ഒരു വട്ടം പറഞ്ഞതാണ്, എങ്കിലും എൻ്റെ വശം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. കാരണം അത്രയും മനോഹരമായിട്ടുള്ള വിപുലമായിട്ടുള്ള ഒരു പൂന്തോട്ടമാണ് ഇവിടെ ഉള്ളത്. ബോഗൻവില്ല, പല വർണ്ണങ്ങളിലുള്ള ബോഗൻവില്ലകൾ. നമുക്ക് ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. അതായത് ഒരു കാര്യമുള്ളതേ, ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു പൂന്തോട്ടം, ഈ ബോഗൻവില്ല എന്ന് പറയുന്നത്, അത് ഒരാളുടെ മാത്രം പ്രയത്നത്തിൽ വന്നേക്കുന്നതാണോ? അല്ലല്ല, നമ്മുടെ ആന്റണി ചേട്ടന്റെ മാത്രല്ല, ക്ലാസ്മേറ്റ്സ് ആയിരുന്ന ഒരു 4-5 സുഹൃത്തുക്കളുടെ ഒരു പ്രയത്ന ഫലമാണ് നമ്മുടെ ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു നഴ്സറി. എന്തൊരു ഭംഗിയാണല്ലോ. അതെ അതെ, എത്ര തരം കളറുകളാണ്. അതെ അതെ അതെ. അപ്പൊ നമുക്ക് ക്ലാസ്മേറ്റ്സ് ആയിരുന്ന ആ കൂട്ടുകാരെ ഒന്ന് പരിചയപ്പെട്ടാലോ? എന്നാ പിന്നെ നമുക്ക് പരിചയപ്പെടാം. അപ്പൊ ഇവരാണ് നമ്മൾ പറഞ്ഞ ആ ക്ലാസ്മേറ്റ്സ്. നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാം. എന്ത് ചേച്ചിയുടെ പേര്? എന്റെ പേര് മാരിറ്റിഷ്. ചേച്ചിയുടെ? എന്റെ പേര് മാഗി ആന്റണി. മാഗി ആന്റണി. ചേച്ചിയുടെ? ഷേളി തോമസ്. ഇത് നമ്മുടെ ആന്റണി ചേട്ടൻ. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു നഴ്സറി തുടങ്ങാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? ഇത് നമ്മളിപ്പോ ഈ ക്ലാസ്മേറ്റ് ഗ്രൂപ്പുകൾ എല്ലായിടത്തും ഉണ്ടെങ്കിലും ഞങ്ങൾ ഒരു 3 വർഷമായിട്ട് ഞങ്ങൾ SLCക്ക് ഒരുമിച്ച് പഠിച്ച ടീമാണ്. അപ്പൊ ഞങ്ങള് സാൻസ്ക്രിറ്റ് ഒരു ക്ലാസ്സിൽ 5 കൊല്ലം അടുപ്പിച്ച് ഒന്നിച്ച് പഠിച്ച ആൾക്കാരാണ്. സാൻസ്ക്രിറ്റ് ആയതുകൊണ്ട് ഒരു ക്ലാസ്സിൽ 5 കൊല്ലം തുടർച്ചയായിട്ട് പഠിക്കാൻ പറ്റി. അങ്ങനെ 10ാം ക്ലാസ് വരെ ഞങ്ങൾ പഠിച്ചതുകൊണ്ട് 5 കൊല്ലത്തെ പരിചയമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഒരു സുഹൃത്ത് ഞങ്ങളെല്ലാവരും തേടി പിടിച്ച് ഗ്രൂപ്പ് ഉണ്ടാക്കി. അവൻ ഓഗസ്റ്റിൽ മരണപ്പെട്ടു. അപ്പോൾ ഇത് നല്ല രീതിയിലൊരു പ്രസ്ഥാനമായിട്ട് വരുത്തണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അതെല്ലാവരെയും ഉൾക്കൊള്ളിച്ച് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. അത് ഭാവിയിൽ നമ്മൾ എല്ലാവരും വയസ്സായി വരികയും അപ്പം എല്ലാവർക്കും കൂട്ടായിട്ട് ഒരേപോലെ എല്ലാവരും ഒരുമിച്ച് കൂടാൻ എപ്പോഴും പറ്റുന്ന ഒരു സംവിധാനമായിട്ട് വരണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതെ, ഇപ്പൊ നമ്മള് കണ്ടിട്ടുണ്ട് എല്ലാവരുടെയും ക്ലാസ്മേറ്റ്സിന്റെ ഒരുപാട് കൂട്ടായ്മകളുണ്ട്. അവരുടെ ഗ്രൂപ്പുകളൊക്കെ ഒരു ദിവസം കൂടുക, പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് തമാശകളൊക്കെ പറഞ്ഞ് പലരും പലരുടെ വഴിക്കും പോവാ. അങ്ങനെയാണ് പൊതുവേ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇവർ ഈ പ്രായത്തിലും നല്ലൊരു കാര്യമാണ്. ഒരുപാട് മനോഹരമായ ഒരു അന്തരീക്ഷത്തിൽ ജോലി ചെയ്യാൻ പറ്റുക, അവരുടെ സൗഹൃദം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. അങ്ങനെ എന്താ പറയുക, വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഈ ഒരു ക്ലാസ്മേറ്റ്സ് ഇവിടെ നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത്. ഷേളി ചേച്ചി, അപ്പൊ നിങ്ങളുടെ പ്രായത്തിലുള്ള ആളുകൾക്ക് പ്രചോദനമായിട്ട് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? അതായത് നമ്മൾ ഇപ്പം പഠിപ്പെല്ലാം കഴിഞ്ഞ് കല്യാണം കഴിച്ച് പിള്ളേരൊക്കെ ആയി അങ്ങനെ വീട്ടിൽ ഒരു ഭർത്താവിൻ്റെ ചിലവിൽ മാത്രം ഒതുങ്ങി നിന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് അവരെ ആശ്രയിക്കണം എല്ലാ കാര്യത്തിലും. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും വരുമാനത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും, അവരെ സഹായിക്കാൻ പറ്റും, അതല്ല പുറത്തെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. പിന്നെ മനോഹരമായൊരു അന്തരീക്ഷത്തിൽ നല്ലൊരു മനസ്സ് എല്ലാവരോടും പെരുമാറാൻ എല്ലാം ചെയ്യാനായിട്ട് നമുക്കിതുവഴി സാധിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടു കഴിഞ്ഞ മനോഹരങ്ങളായ ബോഗൻവില്ലകളാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമ്മൾ മറ്റുള്ള നഴ്സറികളെ അപേക്ഷിച്ച് വളരെ വിലക്കുറവിനാണ് നമ്മളുടെ ഈ കൂട്ടുകാര് നമുക്കായി ഇത്രയും ബോഗൻവില്ലകൾ, അതും പല നിറത്തിലുള്ള, ഇപ്പൊ ഇത് തന്നെ കണ്ടില്ലേ, ഒരെണ്ണത്തിൽ 2 കളർ വരുന്ന ഇതുപോലെയുള്ള ബോഗൻവില്ലാസ് തരുന്നത് വളരെ വിലക്കുറവിനാണ്. അപ്പൊ എല്ലാവരും വരിക, ഈ ഒരു സ്ഥലം തന്നെ വിസിറ്റ് ചെയ്യുക. കാരണം അത്രയും മനോഹരമാണ്. ഇവിടെ വന്ന് ഈ ബോഗൻവില്ലകളും സ്വന്തമാക്കുക.
അതുപോലെ തന്നെ ഈ കാണുന്ന നമ്പറിൽ എല്ലാവരും ബന്ധപ്പെടുക. താങ്ക് യു.